ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് എന്താ പറയുക, എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം തുടങ്ങി വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് കുറേ വീഡിയോസ് അങ്ങോട്ട് ഇട്ടാൽ പെട്ടെന്ന് അങ്ങോട്ട് എന്താവും, നമുക്ക് മോണിറ്റൈസേഷൻ ആവും, നമുക്ക് ഏർണിങ്സ് കിട്ടും. അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക, തെറ്റായ കാര്യങ്ങൾ അതിന് എൻ്റെ മനസ്സിൽ. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ചില ഒരു ലക്ക് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചില ആൾക്കാർക്ക് ഒരു വീഡിയോയിലൊന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷേ നമ്മളെത്ര കഷ്ടപ്പെട്ടാലും ചിലവർക്ക് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്കും. ഞാൻ എൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമത്തിൻ്റെ മാക്സിമം ഞാൻ ഇതിനു വേണ്ടി സമയം ഞാൻ ചിലവാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പാച്ചൂസിന് ആദീന് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു സമയം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ഉറങ്ങിയിട്ട് ആദ്യം പാച്ചൂസിനൊക്കെ ഉറക്കി കിടത്തിയിട്ടു എനിക്ക് രാത്രി അധികവും വീഡിയോ എടുക്കാൻ കഴിയില്ല. കാരണം എൻ്റെ അടുത്ത് വേറെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സജ്ജീകരണമല്ലേ, അങ്ങനത്തെ ഒരു കാര്യങ്ങളും എൻ്റെ അടുത്തില്ല. ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അധികവും സൺലൈറ്റ് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കൽ. കാരണം പകൽ പോകാനില്ലാത്ത ദിവസം 5, 8 ഷോർട്സൊക്കെ ഞാൻ അങ്ങനെ എടുത്ത്, എനിക്കറിയില്ല എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും, പക്ഷെ എൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ അധികവും ചെയ്യൽ. പക്ഷേ എന്തോ ആദ്യമൊക്കെ ആദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ പണിക്കൊന്നും പോകാത്തൊരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു രാവിലെ ഒരു ഉച്ചയാകുമ്പോഴേക്ക് പണിയൊക്കെ തീർത്ത് ഇതിനായിട്ട് മാറ്റി വെക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെനിക്ക് ഒഴിവാക്കാനും പറ്റുന്നില്ല. എനിക്കിതിലൊരു നല്ലൊരു സമയം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് എല്ലാ പ്രതീക്ഷകളും വെറുതെ ആണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് തോന്നില്ല. അങ്ങനെ എനിക്ക് ചില സമയത്തൊക്കെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എനിക്കിതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും അറിയില്ല. പക്ഷേ ഞാൻ ഓരോ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് എന്താ പറയുക, അങ്ങനെ ചെയ്തു നോക്കും. പക്ഷേ ചില എഡിറ്റിംഗ് ആപ്പൊന്നും നമുക്ക് എങ്ങനെ നോക്കിയാലും എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. അങ്ങനെ കുറേ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അധികവും ഞാൻ VN തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യൽ. അതിലെനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വേറെ ഒന്നും എനിക്ക് ഒന്നല്ല, നമ്മൾ ചെയ്തു നോക്കണം. അങ്ങനെ ചെയ്തു നോക്കാനുള്ളൊരു സമയവും കിട്ടുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എന്താ അറിയില്ല, എങ്ങനെയൊക്കെ ചെയ്തു നോക്കിയിട്ടു കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ചെയ്താൽ നമുക്കൊരു ഇതുണ്ടാവും എന്ന് പറയുന്നത് വെറുതെ ആണെന്നൊക്കെ തോന്നും ചില സമയത്ത്. കാരണം ഞാൻ ഡെയിലി ഷോർട്സും ഡെയിലി എല്ലാം ഒന്നിടവിട്ട ദിവസം ലോങ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ ദിവസം വ്യൂസ് കുറയാന്നല്ലാണ്ട് ഒരു കൂടി വരുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. അറിയില്ല, എന്താ അറിയില്ല. ഒക്കെ പിന്നെയും പറയാം, ഒക്കെ ശരിയാവേക്കും. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്താ അറിയോ, എന്നെ കുറേ ആൾക്കാർ ഈ ഒരു ഇത് പറഞ്ഞങ്ങാട്ട് വേറെ പണിയൊന്നുമില്ല എന്നിങ്ങനെ ചോദിക്കും. പക്ഷെ അതിനൊരു അവസാനം ഉണ്ടാവണം എന്ന് ആഗ്രഹമുള്ള എന്നെക്കൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്ടത് കൊണ്ടുപോകണത്. അറിയില്ല, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടണം എന്നുള്ള അങ്ങനത്തതൊന്നുമില്ല. വ്യൂസ് ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്താ അറിയില്ല, അപ്പോൾ തീരെ വീഡിയോസിന് വ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. എപ്പോഴും ഇങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാട്ട് ഇങ്ങനെ എടുത്തെടുത്ത് നോക്കൂ, യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കി നോക്കൂ വ്യൂസ് ഉണ്ടോ എന്ന്. പക്ഷേ വ്യൂവേഴ്സ് ഇല്ലാതെ നിൽക്കുന്നൊരു സമയത്തേക്ക് തോന്നും, ഈശ്വര ഞാൻ വെറുതെ ആണോ ഈ ഒരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഇങ്ങനെ തോന്നും. എനിക്കറിയില്ല, എന്തോ പറയില്ലേ, ഞാൻ ആദ്യമൊക്കെ എൻ്റെ ഒരു മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണെങ്കിലും ഇപ്പം ഞാൻ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇത് മുന്നോട്ട് പോയാലല്ലേ നമ്മളെല്ലാ സ്വപ്നങ്ങളും നടക്കും എന്നൊക്കെ പറയുള്ളൂ. അതുപോലെ തന്നെ
പോവും. മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല. ചില സമയത്ത് തോന്നും വേണ്ടത്, എന്തിനാണ് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് തോന്നും. ചില സമയത്ത് ചിലപ്പോൾ തോന്നും നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് അതിനൊരു സക്സസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കഷ്ടപ്പാട് ഉണ്ടാകുമ്പോഴേ നമ്മൾ ആ സക്സസ് നമുക്ക് അത്രയധികം ഹാപ്പിനെസ് ആക്കാൻ പറ്റുമെന്ന് പറയില്ല. അതുപോലെ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് സഹിച്ചാലും പിന്നെ ഒരു സന്തോഷം കിട്ടിയാൽ ആ സന്തോഷത്തിന് ഒരു ഇരട്ടി മധുരമായിരിക്കുമല്ലോ, അങ്ങനെ ചിന്തിക്കും. ഒരു കാര്യത്തിന് ഒരു 10 രീതിയിലൊക്കെ ഞാൻ ചിന്തിക്കും. പിന്നെ റിജീഷേട്ടൻ എന്നോട് എപ്പോഴും പറയും ഇനി എന്തായാലും അതിന് വേണ്ടി, പിന്നെ റിജീഷേട്ടൻ എന്നോട് പറയും ഇനി ഡെയിലി വീഡിയോ ഇട്ട് നോക്ക്, അത് അന്നിങ്ങി കുറച്ച് സ്റ്റോപ്പ് ചെയ്തതല്ലേ അതുകൊണ്ടായിരിക്കും. പക്ഷേ എനിക്കറിയില്ല, ഞാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും വ്യൂവേഴ്സ് തീരെ വരുന്നില്ല. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ടാൽ യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുമെന്ന് പറയുന്നേക്കാം. ഞാനൊരു വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക, ആരൊക്കെങ്കിലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്നും ചെയ്യലില്ല. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് അറിയില്ല. പക്ഷേ ഒക്കെ ശരിയാവേക്കും. എന്നാലും ഇത് സ്റ്റോപ്പ് ചെയ്യാൻ മനസ്സനുവദിക്കുന്നേ ഇല്ല. കാരണം ഞാൻ ഒരു സന്തോഷം ഇതിൽ കാണുന്നുണ്ട്. എന്തെങ്കിലും ഒക്കെ ആവും, ഒക്കെ ശരിയാവും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഫോണിലേക്ക് നോക്കി അധികം സംസാരിക്കാത്തതിനെ കൊണ്ടൊന്നും വിചാരിക്കേണ്ട. ഞാൻ ഈ വഴി 2 പ്രാവശ്യം വീണുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയാണ്. അതുകൊണ്ട് ഞാൻ നിലത്തേക്ക് നല്ലോണം ശ്രദ്ധിച്ച് നോക്കി നടക്കുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.